ഹലോ, എല്ലാവർക്കും HTML and CSS ബിഗിനർ ട്യൂട്ടോറിയൽ സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ div ടാഗുകളെ കുറിച്ചും സ്പാൻ ടാഗുകളെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. div എന്നാൽ ഡിവിഷൻ ടാഗ് എന്നാണ് നമ്മൾ വിളിക്കുക. HTML പേജിൻ്റെ ലേഔട്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടാഗാണ് ഈ div ടാഗ്. div എന്നാൽ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ഡിവിഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടാഗാണ്. ഇത് പ്രധാനമായും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കണ്ടന്റിനെ മറ്റ് കണ്ടന്റുകളിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നു എന്നത് തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു div ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ഈ div ടാഗിനകത്ത് മറ്റേത് ടാഗുകളും ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ഇപ്പോൾ ഒരു പാരഗ്രാഫ് ആഡ് ചെയ്യുന്നു. div ടാഗിനകത്ത് ഞാൻ p ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് അതിൻ്റെ ഇടയിൽ ഹലോ ദിസ് ഈസ് എ പാരഗ്രാഫ് ഇൻസൈഡ് ദ ഡിവിഷൻ എന്ന് കൊടുക്കുന്നു. ഇനി ഞാൻ അടുത്ത ഒരു div കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. ഈ divനകത്ത് ഞാൻ മറ്റൊരു പാരഗ്രാഫ് ആഡ് ചെയ്യുന്നു. ഇതിൽ നമ്മൾക്ക് ദിസ് ഈസ് എ സെക്കൻഡ് ഡിവിഷൻ എന്ന് എഴുതാം. ഇനി സേവ് ചെയ്ത് ഇത് പേജിൽ എങ്ങനെ കാണുന്നു എന്ന് നോക്കാം. നോക്കൂ, പ്രത്യേകിച്ച് സ്പെഷ്യലായി ഒന്നും തന്നെ പേജിൽ കാണുന്നില്ല. നമ്മൾ സാധാരണ രണ്ട് പാരഗ്രാഫുകൾ ക്രിയേറ്റ് ചെയ്താൽ എങ്ങനെ വരുമോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ പേജിൽ രണ്ട് divകൾക്കകത്ത് കൊടുത്തിട്ട് കൂടി ഈ പാരഗ്രാഫുകൾ വന്നിരിക്കുന്നത്. HTML and CSS പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് പൊതുവെ ഈ div എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അതിന് കാരണം ഇത് തന്നെയാണ്. ഡിഫോൾട്ടായി div ടാഗ് ആഡ് ചെയ്താൽ പ്രത്യേകിച്ച് ഒരു വ്യത്യാസം പേജിൽ കാണാൻ കഴിയില്ല. ഡിഫോൾട്ടായി divന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 100% ആണ്. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഈ divന്റെ പാരന്റ് എന്ന് പറയുന്നത് ബോഡി ടാഗ് ആയതുകൊണ്ട് ബോഡിയുടെ വിഡ്ത്ത് തന്നെയാണ് ഈ div ടാഗിനും കിട്ടുന്നത്. ഇത് ഡിഫോൾട്ടായി ഒരു ബ്ലോക്ക് ലെവൽ എലമെന്റ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങളൊരു div ആഡ് ചെയ്താൽ അത് ഡിഫോൾട്ടായി അടുത്ത ലൈനിലേക്ക് പോകും. കൂടാതെ ബിഗിനേഴ്സിന് കൺഫ്യൂഷൻ വരാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഡിഫോൾട്ടായി div ടാഗുകളുടെ ഹൈറ്റ് 0 ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കണ്ടന്റ് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ div ടാഗിനെ നമ്മൾക്ക് പേജിൽ കാണാൻ കഴിയില്ല. ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ കൊടുത്ത ശേഷം പോലും കണ്ടന്റ് ഇല്ലെങ്കിൽ പേജിൽ ഇതിനെ കാണാൻ പറ്റില്ല. അത് മിക്ക ആളുകൾക്കും തുടക്കത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. ഇനി നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം. ഈ div ടാഗിന്റെ ഏരിയ എത്രമാത്രം ഉണ്ടെന്ന് കാണണം അല്ലേ? അതിനുവേണ്ടി നമ്മൾക്ക് സ്റ്റൈൽ ഷീറ്റിലേക്ക് വരാം. എന്നിട്ട് ഇതിൽ നമ്മൾക്ക് div ടാഗിനെ സ്റ്റൈൽ ചെയ്യാം. ഞാനിവിടെ div എന്ന എലമെന്റ് സെലക്ടർ ഉപയോഗിച്ച് പേജിൽ ഉള്ള എല്ലാ div ടാഗുകളെയും സെലക്ട് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ ലൈറ്റ് ഗ്രീൻ എന്ന് സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ പേജ് ഒന്ന് നോക്കൂ. രണ്ട് divകൾ നമ്മൾക്ക് സെപ്പറേറ്റ് ആയി കാണാമല്ലോ. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും. div ഉപയോഗിച്ച് നമ്മൾക്ക് ഓരോ സെക്ഷൻ തിരിച്ച് ബോക്സ് ആക്കി അതിൻ്റെ സൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾക്ക് വേണ്ടതുപോലെ ആക്കിയെടുക്കാമെന്ന്. അതെ, അത് തന്നെയാണ് div ടാഗുകളുടെ ഉപയോഗം. ഇനി നമ്മൾക്ക് ഈ div ടാഗിൻ്റെ സ്റ്റൈലിൽ വിഡ്ത്ത് ഹൈറ്റ് എന്നിവ 400 പിക്സൽ എന്ന് കൊടുത്തു നോക്കാം. വിഡ്ത്ത് ഹൈറ്റ് രണ്ടും സെയിം ആവുമ്പോൾ ഒരു സ്ക്വയർ കിട്ടണമല്ലോ. ഇപ്പോൾ നമ്മൾക്ക് രണ്ട് സ്ക്വയറുകൾ കിട്ടിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുക. div ടാഗിൻ്റെ ഹൈറ്റ് ഡിഫോൾട്ടായി കണ്ടന്റ് എത്ര ഉണ്ടോ അതിനനുസരിച്ച് കൂടി വരും എന്ന്. ഇപ്പോൾ നമ്മൾ ഫിക്സഡ് ആയ ഒരു 400 പിക്സൽ എന്ന ഹൈറ്റ് ഇവിടെ കൊടുത്തല്ലോ. അതുകൊണ്ടാണ് നമ്മൾക്ക് സ്ക്വയർ ഷേപ്പ് കിട്ടിയത്. എന്നാൽ ഞാൻ ഈ ഹൈറ്റ് ഇവിടെ നിന്നും റിമൂവ് ചെയ്യുന്നു. ഇനി നമ്മൾക്ക് നോക്കാം. ഇപ്പോൾ നമ്മളുടെ div ഹൈറ്റ് ആ ഒരു ലൈൻ ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ളത് മാത്രമായല്ലോ. ഇനി നമ്മൾക്ക് ഈ ഒന്നാമത്തെ divലെ പാരഗ്രാഫിലെ ടെക്സ്റ്റ് മാറ്റി കുറച്ച് വലിയ പാരഗ്രാഫ് കൊടുത്തു നോക്കാം. ഒരു കാര്യം പറയാൻ മറന്നു. നിങ്ങൾക്ക് പ്ലേസ് ഹോൾഡർ ആയ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ ഒരു എളുപ്പ വഴിയുണ്ട് VS കോഡിൽ. അതാണ് എംമെറ്റ് എന്ന ഒരു ആഡ് ഓൺ. VS കോഡിൽ ഇത് ഡിഫോൾട്ടായി അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇവിടെ ഈ പാരഗ്രാഫ് ടാഗിനകത്ത് ലോറം 50 എന്നെഴുതി ടാബ് അമർത്തുന്നു. ഉടനെ അവിടെ 50 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു പാരഗ്രാഫ് വന്നതായി കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ക്യാരക്ടേഴ്സ് ഉള്ള ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് ഇതുപോലെ പ്ലേസ് ഹോൾഡർ ക്രിയേറ്റ് ചെയ്യാം. പേജ് ഡിസൈൻ ചെയ്യുമ്പോൾ തൽക്കാലത്തേക്ക് കണ്ടന്റ് ഫിൽ ചെയ്യാൻ ഇത് വളരെയധികം ഉപകാരപ്രദമായ ഒരു ഫീച്ചറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് div ടാഗിന്റെ സ്വഭാവം ഏകദേശം എങ്ങനെയാണെന്ന് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമ്മൾക്ക് എന്താണ് സ്പാൻ ടാഗിന്റെ ഉപയോഗം എന്ന് നോക്കാം. div ടാഗുകൾ ബ്ലോക്ക് ലെവൽ ടാഗ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്നാൽ സ്പാൻ ടാഗുകൾ ഇൻലൈൻ ടാഗുകളാണ് എന്ന് പറയാം. നമ്മൾ ബോൾഡ് ആക്കാനായി സ്ട്രോങ് ടാഗ് ഉപയോഗിച്ചു, ഇറ്റാലിക് ആക്കാനായി EM ടാഗ് ഉപയോഗിച്ചു. എന്നാൽ എനിക്കിപ്പോൾ ഈ ഒരു വേർഡ് ബോൾഡോ ഇറ്റാലിക്കോ ആക്കാതെ ഇതിൻ്റെ കളർ മാറ്റണം എന്ന് വിചാരിക്കുക. അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ ഡെഡിക്കേറ്റഡ് ആയ ഒരു ടാഗ് ഒന്നുമില്ല. അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കേണ്ട ടാഗാണ് സ്പാൻ ടാഗ്. കളർ മാത്രമല്ല, സ്പാൻ ടാഗ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അതിനകത്ത്
അതിനകത്ത് വരുന്ന ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ പാരഗ്രാഫിലെ ഈ ഒരു പോർഷൻ മാത്രം സ്പാൻ ടാഗിനകത്ത് റാപ്പ് ചെയ്യുന്നു. ഇനി ഞാൻ സ്റ്റൈൽ ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിൽ ഞാൻ സ്പാൻ എന്നെഴുതി കേർലി ബ്രാക്കറ്റിനകത്ത് കളർ റെഡ് എന്നെഴുതുന്നു. സേവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ആ സ്പാൻ ടാഗിന്റെ ഉള്ളിലെ ടെക്സ്റ്റ് റെഡ് കളറായിരിക്കുന്നു. ഇനി ഞാൻ അതിന്റെ ഫോണ്ട് സൈസ് 40 പിക്സൽ ആക്കുന്നു. ഇനി അത് ബോൾഡ് ആക്കണമെങ്കിൽ ഇവിടെ ഫോണ്ട് -വെയിറ്റ് ബോൾഡ് എന്ന് കൊടുക്കാം. അങ്ങനെ പല പല പ്രോപ്പർട്ടീസ് നമ്മൾക്ക് ഇവിടെ ഉപയോഗിക്കാം. ഇങ്ങനെ നമ്മൾക്ക് എന്ത് സ്റ്റൈൽ വേണമെങ്കിലും ഇവിടെ ചെയ്യാം. ഇനി ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് div ടാഗിന്റെ ഉള്ളിൽ സ്പാൻ ടാഗുകളും p ടാഗുകളും ഒക്കെ എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നാൽ ഒരിക്കലും p ടാഗിന്റെ ഉള്ളിൽ div ടാഗ് ഉപയോഗിക്കരുത്. കാരണം div എന്നാൽ ബ്ലോക്ക് ലെവൽ ടാഗ് ആണ്. അതുകൊണ്ട് തന്നെ അടുത്ത ലൈനിലേക്ക് പോകുകയും അതിനു മുന്നേയുള്ള p ടാഗ് അവിടെ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്താൽ പേജ് നിങ്ങൾ വിചാരിക്കാത്ത വിധം വികൃതമാവുകയും എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാവാതെ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരിക്കലും p ടാഗിന്റെ ഉള്ളിൽ div ടാഗുകൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കാണുന്ന മിക്ക സൈറ്റുകളും ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലെയുള്ള ഒരുപാട് div ടാഗുകൾ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ടെക്സ്റ്റ് സ്റ്റൈൽ ചെയ്യാൻ ഇങ്ങനെ ഒരുപാട് സ്പാൻ ടാഗുകളും ഉപയോഗിക്കാം. എന്നാൽ div എന്ന ടാഗിനെ എലമെന്റ് സെലക്ടർ ഉപയോഗിച്ച് സ്റ്റൈൽ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് നമ്മൾ കണ്ടു. അത് എല്ലാ div ടാഗിനെയും എഫക്റ്റ് ചെയ്യുന്നു എന്നത് തന്നെയാണ് ആ പ്രശ്നം. ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. എക്സൈറ്റിംഗ് ആയ കൂടുതൽ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ദിസ് ഈസ് മീ നിവേദ് കന്നഡ സൈനിങ് ഓഫ്.